ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് CSSലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റായ സൂഡോ ക്ലാസും അതേകണക്കിന് സൂഡോ എലമെന്റ്സും ആണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് സൂഡോ ക്ലാസും സൂഡോ എലമെന്റ്സും യൂസ് ചെയ്ത് നമുക്ക് ബട്ടൺ, ഫോം, ലിങ്ക്, ഹെഡിങ്, സെലക്ഷൻസ് എന്നിവ കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. CSSലെ സൂഡോ ക്ലാസും സൂഡോ എലമെന്റും യൂസ് ചെയ്ത്. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂഡോ ക്ലാസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ കോളനിലും അതേപോലെ സൂഡോ എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ കോളനിലുമാണ്. അപ്പൊ നമ്മൾ CSS ഫയലിനകത്ത് എവിടെയെങ്കിലും ഒരു സിംഗിൾ കോളം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നെയിം കണ്ടു കഴിഞ്ഞാൽ അത് സൂഡോ ക്ലാസും അതേപോലെ തന്നെ ഡബിൾ കോളം 2 കോളം കഴിഞ്ഞിട്ട് ഒരു പേര് കണ്ടു കഴിഞ്ഞാൽ CSS ഫയലിൽ കണ്ടു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും സൂഡോ എലമെന്റ്സ് ആയിരിക്കും. ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. ഇത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും CSS ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ കേസിൽ സെലക്ഷന്റെ കേസിലൊക്കെ വരുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഒരു കുറച്ച് കണ്ടന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒരു ഹെഡിങ്ങിന്റെ അകത്ത് കുറച്ച് ടെക്സ്റ്റ്, ഒരു അൺനോൺ ലിസ്റ്റിന്റെ അകത്ത് 4 ലിസ്റ്റ്, അതേപോലെ അടുത്തൊരു ഹെഡിങ്, പിന്നെ ഒരു പി ടാഗിന്റെ അകത്ത് ഒരു സെന്റൻസ്, പിന്നെ ഫോമിന്റെ അകത്ത് 2 ഇൻപുട്ട് ടാഗും ഒരു ബട്ടൺ. അപ്പൊ നമുക്ക് ഫോക്കസ് ചെയ്യാതെ കുറച്ച് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലാസ്സസും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കോമൺ ആയിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു CS ക്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഹോവർ എന്ന് പറയും. ഹോവർ എന്ന് പറയാൻ നേരത്ത് ഒരു യൂസർ ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു HTML എലമെന്റിന്റെ അകത്ത് കൊണ്ടുപോയി മൗസ് കൊണ്ട് വെക്കുമ്പോൾ എന്തെങ്കിലും CSS പ്രോപ്പർട്ടി നടക്കണം. അല്ലെങ്കിൽ ആ സമയത്ത് മാത്രമേ ഒരു സ്റ്റൈല് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഹോവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ബട്ടന്റെ അകത്തും അതേപോലെ തന്നെ ആങ്കർ ടാഗ് നമ്മൾ ലിങ്കിന്റെ അകത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളതില് ആങ്കർ ടാഗിനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ബട്ടണിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് സെറ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ബട്ടൺ ഞാൻ സെപ്പറേറ്റ് പേരൊന്നും ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഡയറക്റ്റ് ബട്ടൺ തന്നെ വിളിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ സൂഡോ ക്ലാസ് സൂഡോ എലമെന്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടാഗിനാണോ നമുക്ക് ഈ ഒരു എഫക്ട് വരാനുള്ള അവിടെ വന്നിട്ട് സിംഗിൾ കോളൻ ഹോവർ ഡബിൾ കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഏത് ടാഗിനാണോ നമുക്ക് ഈ ഒരു സൂഡോ എലമെന്റ്സ് അല്ലെങ്കിൽ സൂഡോ ക്ലാസ് അപ്ലൈ ചെയ്യാനുള്ള ആദ്യം ആ ടാഗ് കറസ്പോണ്ടിങ് സെലക്ട് ചെയ്യുക. ID വെച്ചാണെങ്കിൽ ID സെലക്ടർ യൂസ് ചെയ്യുക, ക്ലാസ് വെച്ചാണെങ്കിൽ ക്ലാസിന്റെ സെലക്ടർ യൂസ് ചെയ്യുക, ടാഗ് ആണെങ്കിൽ ടാഗിനെ വെച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോളൻ കഴിഞ്ഞിട്ട് സൂഡോ ക്ലാസിന്റെയോ സൂഡോ എലമെന്റ്സിന്റെയോ പേര്. ഇവിടെ ഞാൻ സൂഡോ ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ കോളം മാത്രമേ ഉള്ളൂ. എലമെന്റ്സ് ആകുമ്പോൾ 2 കോളം കാണും. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും ഈ മൗസിന്റെ ഈ ആരോ ഉണ്ടോ ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന ഈ ബട്ടൺ മുകളിൽ കൊണ്ടുവന്ന ഇതിന്റെ അകത്ത് എന്തെങ്കിലും പ്രോപ്പർട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസ് മാത്രം എക്സിക്യൂട്ട് ചെയ്യാവും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ടിന്റെ അകത്ത് ഞാൻ റെഡ് എന്ന് കൊടുക്കുന്നു, ടെക്സ്റ്റ് കളർ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, വൈറ്റ് ആക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും എന്റെ മൗസ് ഈ ബട്ടണിൽ കൊണ്ടുവരുമ്പോൾ ഹോവർ ചെയ്യുമ്പോൾ മുകളിലോട്ട് കൊണ്ടെത്തിക്കുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡും അതിന്റെ ടെക്സ്റ്റിന്റെ കളർ വൈറ്റും ആയിരിക്കും. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു ആനിമേഷൻ ചെറിയ രീതിക്ക് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോവർ. ഇത് നമ്മൾ ആങ്കർ ടാഗിന്റെ അകത്ത് യൂസ് ചെയ്യും. നമ്മൾ ആങ്കർ ടാഗിന്റെ ഒരു ബട്ടണിലോട്ട് ഡിസൈൻ ആക്കിയിട്ട് ഇതിന്റെ അകത്ത് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഫോക്കസ് എന്ന് പറഞ്ഞ ഒരു സൂഡോ ക്ലാസ് ആണ്. ഇപ്പൊ ഫോക്കസ് എന്ന് പറയുന്ന നേരത്ത് ഇപ്പൊ നമ്മളെ വെബ്സൈറ്റിന്റെ അകത്ത് ഈ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവുന്ന ഫീൽഡും അതല്ലെങ്കിൽ ചെക്ക് ബോക്സും റേഡിയോ ബട്ടണും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫോമുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ബ്രൗസർ സെലക്ട് ചെയ്യുക, ടാബ് അടിച്ചു കഴിഞ്ഞാൽ കണ്ട ഒരു ബ്ലാക്ക് ആരോ ഉണ്ട്. ഇതിനെ ഫോക്കസ് ആണ് പറയുക. നമ്മൾ ഏത് ടാഗിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് HTML എലമെന്റിലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അത് മാത്രമേ ഫോക്കസ് ആവും. ഓരോ ടാബ് അടിക്കാൻ നേരത്ത് എന്ത് ചെയ്യും, അടുത്ത ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഫീൽഡിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് കൂടുതലും ഇൻപുട്ട് ടാഗ്, ടെക്സ്റ്റ് ഏരിയ, ബട്ടൺ അതിലൊക്കെ മാത്രമേ വർക്ക് ആവും. പിന്നെ ലിങ്ക് ഉണ്ടെങ്കിൽ ലിങ്കും വർക്ക് ആവും. ടാബ് അടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്ത് പോകും. നിങ്ങൾ അക്ഷയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലർ ടാബ് അടിച്ച് പെട്ടെന്ന് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് പോകുന്നത് കാണാം. ഓക്കെ, അപ്പൊ ഈ ഫോക്കസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യണം. ഇപ്പൊ എനിക്ക് കറുപ്പ് വേണ്ട, എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കണം. എനിക്ക് ഇൻപുട്ട് ടാഗിനകത്ത് വരാൻ നേരത്ത് കറുപ്പ് വേണ്ട, എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആ ടാഗ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് കോളൻ ഫോക്കസ്. ഫോക്കസിന്റെ അത് ഞാൻ കൊടുക്കുകയാണ്. ഐ തിങ്ക് ബോർഡർ ആണെന്ന് തോന്നുന്നു.
പ്രോപ്പർട്ടിയില് ബോർഡറിനകത്ത് 2px സോളിഡ് ഞാൻ അവിടെ ബ്ലൂ എടുക്കുന്നു. ബോർഡർ അല്ലെങ്കിൽ ഔട്ട്ലൈൻ ആയിരിക്കും. ടാബ് അടിക്കുന്നു. ബ്ലൂ അറിയാൻ വയ്യ, റെഡ് കൊടുക്കുക. ഓക്കെ, അത് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ബോർഡർ അല്ല അവിടെ കൊടുക്കാനുള്ള, ഔട്ട്ലൈൻ. ഓക്കെ, ഇവിടെ വരാൻ നേരത്ത് ബോർഡറിന് എന്തോ ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്. അപ്പൊ അത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇതിന്റെ തന്നെ ഒരു കോപ്പി എടുക്കുക, ബോർഡർ ഓണാക്കി കൊടുക്കുക. ഒരു സൈസ് മാറുന്ന ഒരു ഫീൽ കിട്ടും. അത് 2 px കൊടുക്കുക. ഇപ്പൊ നേരത്തെ കണക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ ബട്ടണും ഇതേ സംഭവം കൊടുക്കാം. അപ്പൊ ഇത് ഫോക്കസ് ഏതിലൊക്കെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട്, ടെക്സ്റ്റ് ഏരിയ, സെലക്ട്, പിന്നെ ബട്ടൺ, പിന്നെ ലിങ്ക്, ആങ്കർ ടാഗ്. നമുക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റും, ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിഗർ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിലും നമുക്ക് ഫോക്കസ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ബട്ടണിനകത്തൊരു ഫോക്കസ് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ കൊടുക്കുന്നു. കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കോപ്പി പേസ്റ്റ് ഞാൻ അവിടെ തൽക്കാലത്തേക്ക് ഗ്രീന് ഗ്രീൻ ഞാൻ ടാബ് അടിച്ച് വന്നിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് ഫോക്കസ് എന്നുള്ള സൂഡോ ക്ലാസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഒരു ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആങ്കർ ടാഗിന്റെ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 സൂഡോ ക്ലാസ്സസ് പറഞ്ഞുതരാം. അപ്പൊ ആങ്കർ ടാഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് 3 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ലിങ്ക്, ഒന്ന് വിസിറ്റ്, ഒന്ന് ആക്റ്റീവ്. അപ്പൊ എന്ത് ചെയ്യുക, ലിങ്ക്, കോമ, അതിനെ ടാഗ് സെലക്ട് ചെയ്യുക, ഒന്ന് ആക്റ്റീവ്, അതേപോലെ കോമ ഇട്ടിട്ട് ഈ ഒരാൾ വിസിറ്റ്. എന്തുകൊണ്ട് ഈ 3 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ 3 സൂഡോ ക്ലാസ് യൂസ് ചെയ്യുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിങ്കിന്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കളർ റെഡ് ആയിരിക്കും. അതാണ് ആക്റ്റീവ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഒരു തവണ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പിന്നെ URL ഒന്നും കൊടുത്തില്ല, ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തെന്ന് വെച്ചോ, എന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, എന്റെ ലിങ്കിന്റെ കളർ പർപ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റൈൽ ചെയ്യാൻ നേരത്ത് ഈ 3 കാര്യങ്ങൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഒത്തു കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ ക്രിംസൺ, കളർ വൈറ്റ്, ഡിസ്പ്ലേ നെയിം ബ്ലോക്ക്, ടെക്സ്റ്റ് ഡെക്കറേഷൻ, നണ്ണ്, പാഡിങ് 12 px, 24 px, ബോർഡർ റേഡിയസ് 12 px. ഇതിലാണെങ്കിലും എനിക്ക് ഫോർവർ കൊടുക്കാം. കൊടുക്കുന്നു ഫോർവർ. ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ കളറിന്റെ ഓപ്പോസിറ്റ് കളർ തന്നെ കൊടുത്തേക്കണം. ഇനി മൗസ് ഞാൻ ലിങ്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ, ഇപ്പൊ ആങ്കർ ടാഗ് അല്ലെങ്കിൽ ലിങ്കിന്റെ കേസ് വരാൻ നേരത്ത് നമുക്ക് ഈ 3 സോളോ ക്ലാസ് ആണ് വേണ്ടത്. ഒന്ന് ലിങ്ക്, പിന്നെ ആക്റ്റീവ്, പിന്നെ ഉള്ളത് വിസിറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് സൂഡോ ക്ലാസ് യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുന്നെങ്കിൽ എന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് 4 എലമെന്റ്സ് ഉണ്ട്. എനിക്ക് അല്ലെങ്കിൽ എന്റെ ഒരു കോമൺ ആയിട്ട് ഹെഡിങ് ഒരു 4 H1 ഹെഡിങ് ഉണ്ട്. അതിന്റെ അകത്ത് എനിക്ക് രണ്ടാമത്തെ H1 ഹെഡിങ് മാത്രം ഡിസൈൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഈ കേസിനകത്ത് എന്റെ അത്രയും 4 ലിസ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് UL-ന്റെ അകത്ത് LA-ക്കകത്താണ് ഓരോ ഡേറ്റയും പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ രണ്ടാമത്തെ ലിസ്റ്റ് മാത്രം എന്ത് ചെയ്താൽ മതി, സ്റ്റൈൽ ചെയ്താൽ മതി. പിന്നെ ഇപ്പൊ കോമൺ ആയിട്ട് ചെയ്യാൻ പോകുന്നെങ്കിൽ ലിസ്റ്റിനുള്ളിൽ LA-ക്കകത്ത് ഇപ്പൊ കോമൺ ആയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുക്കുന്നെങ്കിൽ എല്ലാത്തിനും എന്തായിരിക്കും, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റെഡ് ആയിരിക്കും. പക്ഷെ എനിക്ക് ആർക്ക് മാത്രം കൊടുത്താൽ മതി, ലിസ്റ്റ് 2-ന് മാത്രം കളർ കൊടുത്താൽ മതി. അപ്പൊ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു യുണീക്ക് ആയിട്ടുള്ള പേര്
സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ക്ലാസ് യൂസ് ചെയ്തോ ഐഡി യൂസ് ചെയ്തോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. യൂണീക്ക് ആയിട്ടുള്ള നെയിം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് യൂസ് ചെയ്തോ ഐഡി യൂസ് ചെയ്തോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ കറസ്പോണ്ടിങ് സെലക്ടർ ക്ലാസ് ആണെങ്കിൽ ഡോട്ട് ഞാൻ കൊടുക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ. ഇനി ഐഡി ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഹാഷ് കറസ്പോണ്ടിങ് ഐഡി നെയിം ടെസ്റ്റ് ഐഡി ആണെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ. അപ്പൊ ഇതിനേക്കാളും ഒരു ഈസി മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂഡോ ക്ലാസ് യൂസ് ചെയ്ത് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെലക്ടർ നോക്കാം. സൂഡോ എലമെന്റ്സ് സൂഡോ ക്ലാസിന്റെ ഓരോ സെലക്ടേഴ്സ് നോക്കാം. ഇപ്പൊ എനിക്ക് എന്റെ ലിസ്റ്റിലെ ആദ്യത്തെ ചൈൽഡിനെയാണ് സെലക്ട് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഫസ്റ്റ് എലമെന്റ് ആണ് എനിക്ക് സെലക്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ആണ് എനിക്ക് സെലക്ട് ചെയ്യാറുള്ളത്. ഇനി ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി. എന്റെ യുഎല്ലിനകത്ത് li ടാഗിന്റെ ഫസ്റ്റ് ചൈൽഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. കോളൻ ഫസ്റ്റ് ചൈൽഡ്. എന്നിട്ട് ഞാൻ ഒരു പ്രോപ്പർട്ടി എഴുതി കൊടുക്കുകയാണ് ഗ്രീൻ. അപ്പൊ ഇതെങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ യുഎൽ ടാഗിനുള്ളിൽ li ഫസ്റ്റ് ചൈൽഡ് ആയിട്ട് വരുന്നെങ്കിൽ അതിന് മാത്രമേ ഈ ഒരു എഫക്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ് മാത്രമേ സെലക്ട് ആവും. ഓക്കെ. ഇത് പറയണേ എന്റെ HTML ടാഗിന്റെ അകത്ത് യുഎൽ അൺനോൺ ലിസ്റ്റിന്റെ അകത്ത് എവിടെയെങ്കിലും li ആണ് ഫസ്റ്റ് ചൈൽഡ്. ആദ്യത്തെ ചൈൽഡ് li ആണെങ്കിൽ അവർക്ക് ഇത് കൊടുക്കണം. ആദ്യത്തെ ചൈൽഡ് li ആയിരിക്കണം. അപ്പൊ ഞാൻ സപ്പോസ് ഇപ്പൊ ഇതിനകത്ത് എടുക്കുകയാണ് ഒരു എക്സാമ്പിളിന് വേണ്ടി. ഇതിന്റെ അകത്ത് പി ടാഗ് ഇരിക്കും. എന്നും പറഞ്ഞ് എന്താവത്തില്ല? ഈ ടെസ്റ്റിന് പോവത്തില്ല. അതേപോലെ എന്ത് കിട്ടത്തില്ല? liക്ക് ആ പ്രോപ്പർട്ടിയും കിട്ടത്തില്ല. കാരണം ഇപ്പൊ നമ്മളെ യുഎല്ലിന്റെ ഫസ്റ്റ് ചൈൽഡ് ആരാണ്? li ആണ്. അല്ല, പി ആണ്. ഈ li എന്തായിരിക്കണം? ഫസ്റ്റ് ചൈൽഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ആ എഫക്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവിടെ പി എന്ന് കൊടുക്കണം. ഇപ്പൊ യുഎല്ലിന്റെ ഫസ്റ്റ് ചൈൽഡ് പി ആണ്. ഓക്കെ. ഓക്കെ. അതേപോലെ സപ്പോസ് എന്റെ ഇതേപോലെ തന്നെ വേറൊരു അൺനോഡഡ് ലിസ്റ്റ് ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിലും അതിന്റെ ഫസ്റ്റ് liക്കും ഈ പ്രോപ്പർട്ടി പോകും. അപ്പൊ നമ്മൾ CS എങ്ങനെയാണ് ഇത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? നമ്മളെ കോഡിന്റെ അകത്ത് എവിടെയെങ്കിലും യുഎല്ലിന്റെ അകത്ത് li ഫസ്റ്റ് ചൈൽഡ് ആയിട്ട് വരുന്നെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ രണ്ടാമത്തെ അൺനോഡഡ് ലിസ്റ്റിന് ഒരു യൂണിക് നെയിം കൊടുത്താൽ ജസ്റ്റ് രണ്ടാമത്തെ അല്ല ആദ്യത്തെ ഒരു യൂണിക് നെയിം കൊടുക്കും. ഞാൻ ഇവിടെ ഇപ്പൊ യുഎൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡോട്ട് യുഎൽ. അപ്പൊ യുഎൽ എന്ന ക്ലാസ് നെയിം വരുന്ന ടാഗിനുള്ളിൽ li ഫസ്റ്റ് ചൈൽഡ് വരുന്നെങ്കിൽ അവർക്ക് മാത്രമേ ഈ ഡിസൈൻ പ്ലേ ആവും. അപ്പൊ ആ ഒരു കേസ് ഓർക്കണം. അതേപോലെ തന്നെയാണ് ഫസ്റ്റ് ചൈൽഡ് ഉള്ളത് പോലെ തന്നെയാണ് എന്തുള്ളത്? ലാസ്റ്റ് ചൈൽഡ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ചൈൽഡ് ആദ്യത്തെ എലമെന്റിനെ സെലക്ട് ചെയ്യുമെങ്കിൽ ലാസ്റ്റ് ചൈൽഡ് എന്ത് ചെയ്യും? അവസാനത്തെ ആളെ സെലക്ട് ചെയ്യും. ഓക്കെ. ഇനി സപ്പോസ് എനിക്ക് ഇനി ഇതിന്റെ ഇടയ്ക്കും മുറയ്ക്കും ഉള്ളതാണ് എനിക്ക് സെലക്ട് ചെയ്യാനുള്ളത്. ലൈക്ക് 2, 3 അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് സൂഡോ ക്ലാസ് യൂസ് ചെയ്താൽ മാത്രമേ എനിക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പൊ അതിനുവേണ്ടി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചൈൽഡ് എന്ന് പറഞ്ഞു എന്ത് ചൈൽഡ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ചൈൽഡ് എന്ന് പറഞ്ഞൊരു സൂഡോ ക്ലാസ് ഉണ്ട്. നമ്മൾ അത് കൊടുക്കുക എന്ത് ചൈൽഡിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരാലിസിസിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാല്യൂ പാസ് ചെയ്യണം. ആ വാല്യൂ നമ്പറും സ്ട്രിങ്ങും ആണ്. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ എന്ന് പറഞ്ഞു കൊടുക്കും. ഈ എന്ത് ചൈൽഡിന്റെ അകത്ത് ഞാൻ അവിടെ 0 എന്ന് പറഞ്ഞു കൊടുത്ത് 1 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആദ്യത്തെ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും നമ്പർ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണത് 0 തൊട്ടല്ല 1 തൊട്ടാണ്. അതേപോലെ ഞാൻ അവിടെ 2 ആണ് കൊടുക്കുന്നെങ്കിൽ രണ്ടാമത്തെ എലമെന്റ് 3, 4, 5 കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവത്തില്ല. ഓക്കെ. അപ്പൊ ഇതേപോലെ എന്ത് ചൈൽഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എലമെന്റിനെ സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ എന്ത് ചൈൽഡ് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൂഡോ ക്ലാസ് ആണ്. നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ചെയ്യാൻ നേരത്ത് ചില കേസിന്റെ അകത്ത് പേര് കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും.
ഓക്കെ. അതേപോലെ ഇതിന്റെ അകത്ത് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നെങ്കിൽ എല്ലാത്തിനും അപ്ലൈ മീൻസ് എല്ലാ ചൈൽഡിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. ആ പേരിനുള്ളിലുള്ള എൽഐ എന്ന് പറഞ്ഞാൽ ഇതിവിടെ എൽഐ മാത്രം സെലക്ട് ആവുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും സെലക്ട് ആവത്തില്ല. എൽഐയിലുള്ള എല്ലാം സെലക്ട് ആയി. ലിസ്റ്റിലുള്ള എല്ലാം സെലക്ട് ആവും. ഇനി അവിടെ ഞാൻ ടു എൻ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ഈവൻ പാറ്റേണിലായിരിക്കും ഡിസൈൻ ആയി വരുന്നത്. അപ്പൊ ഇത് എവിടെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലിസ്റ്റിൽ കൊടുക്കാം. അതേപോലെ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നേരത്തെ ടേബിൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരു റോ വൈറ്റും അടുത്ത റോ ചിലപ്പോൾ ഗ്രേ ആയിരിക്കും. അത് ഈവൻ ഓർഡർ ആയിരിക്കാം, ഓഡ് ഓർഡർ ആയിരിക്കും. പിന്നെ ഓഡ് ആണ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ n+2n+1 എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഈവൻ എന്ന് നമുക്ക് ഡയറക്റ്റ് ഈവൻ എന്ന് എഴുതാം. അതേപോലെ ഓഡ് എന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൂഡോ ക്ലാസ് ആണ്. ആ സൂഡോ ക്ലാസ് യൂസ് ചെയ്ത് നമുക്ക് CSSന്റെ അകത്ത് CSS വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വേരിയബിൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മെമ്മറിയാണ്. ആ മെമ്മറിക്ക് ഒരു വാല്യൂ ഹോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിപ്പോ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ എടുക്കാം. എന്റെ ഒരു പെർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ അതിന്റെ കളർ കോഡ് ഈ ഒരു കളർ കോഡാണെന്ന് വെച്ചോ. അപ്പൊ ഇത് എനിക്ക് ബാക്കിയുള്ള ലിസ്റ്റ് എലമെന്റ്സിന് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എവിടെയൊക്കെ കളർ വരുമോ അവിടെ എല്ലാത്തിലും പേസ്റ്റ് ചെയ്യും. അപ്പൊ ഇത്രയും ഈ ഒരു കോഡ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പാടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും പേപ്പറിലൂടെ എഴുതി വെച്ചിട്ട് CSS ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എവിടെ ആ കോഡ് ഉണ്ടോ അവിടെ പോയിട്ട് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇപ്പൊ കുറച്ച് ലൈൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മേലോട്ടും താഴോട്ടും പോകും. അപ്പൊ വലിയ ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താ ഒരു വെബ്സൈറ്റ് ആകുമ്പോൾ അവിടെ എങ്ങനെ പോയാലും 500 കോഡിന് മുകളിൽ വരും ലൈൻസ് ഓഫ് കോഡ്. അപ്പൊ ആ കേസിൽ പോയിട്ട് ഇടയ്ക്കുന്ന കളറൊക്കെ എടുക്കുന്നതൊക്കെ ഒരു മെനക്കേടായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റീയൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്. ഇപ്പൊ റീയൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും? ഒരു മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും? ആ മെമ്മറിനെ മാത്രം നമ്മൾ കോൾ ചെയ്യും. അല്ലെങ്കിൽ മെമ്മറിയുടെ വാല്യൂ മാത്രമേ എഴുതത്തുള്ളൂ. അതാണ് വേരിയബിൾ കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് CSSൽ എങ്ങനെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഒരു സൂഡോ ക്ലാസ് ഉണ്ട് റൂട്ട് എന്ന് പറഞ്ഞിരിക്കും. സിംഗിൾ കോളൻ റൂട്ട് കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. 2 മൈനസ് ഇട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള പേരുകൾ ഞാൻ അവിടെ കൊടുക്കുന്ന അമൽ BG എന്നിട്ട് കോളൻ റൈറ്റ് സൈഡിലാണ് വാല്യൂ കൊടുക്കുക. ഞാൻ കൊടുക്കുന്ന വാല്യൂ കളർ വാല്യൂ. ഈ കളർ വാല്യൂ സെമി കോളൻ അവസാനിച്ചു. എനിക്ക് ഈ വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. എനിക്ക് എവിടെയാണ് ഈ വാല്യൂ കൊടുക്കാനുള്ള ഇവിടെ തൽക്കാലം റെഡ് ഇവിടെ ക്രിംസൺ. ഓക്കെ. എനിക്ക് ആദ്യത്തെ ലിസ്റ്റിനാണ് വാല്യൂ കൊടുക്കാനുള്ളത് വെച്ചു. അപ്പൊ എന്റെ വാല്യൂ എവിടെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്? അമൽ BG എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് CSS വേരിയബിളിനകത്ത് ഗ്ലോബൽ വേരിയബിളിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ പേര് ഓർത്ത് വെക്കണം. VS കോഡിന്റെ അകത്ത് വരാനകത്ത് പേര് ഓർത്തൊന്നും വെക്കണ്ട. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് യൂസ് ചെയ്യണമെങ്കിൽ മൈനസ് അമൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവത്തില്ല. മൈനസ് അമൽ BG എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവത്തില്ല. പകരം എന്ത് ചെയ്യണം? ഒരു വാർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. വാർ എന്ന മെത്തേഡിന്റെ അകത്ത് ഇതാണ് അതിന്റെ പേര്, ഇതാണ് മെത്തേഡ്. 2 ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുക. ഈ മെത്തേഡിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പേര് വിളിക്കണം. ഫസ്റ്റ് ചൈൽഡ് ആക്റ്റീവ് ആയിട്ട് ഓക്കെ. വർക്കാവാത്ത റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ താഴെ എപ്പോഴും ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. അപ്പൊ താഴെ ഏത് പ്രോപ്പർട്ടി ഏത് CSS ആണോ എഴുതിയിട്ടുള്ളത് അതായിരിക്കും ഫസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ആ മേളിൽ കിടക്കുന്ന സംഭവം ഓവർ റൈറ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ചൈൽഡിനാണ് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തത് വേരിയബിൾ യൂസ് ചെയ്തു. പക്ഷെ ഞാൻ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓഡ് ഓർ ഈവൻ എന്ന് പറഞ്ഞ എന്ത് ചൈൽഡ് യൂസ് ചെയ്ത് ഞാൻ ക്രിംസൺ റെഡിലോട്ട് മാറ്റി. അതാണ് എനിക്ക് നീല കാണാൻ പറ്റുന്നത്. അത് ചെയ്യാൻ നമുക്ക് 2 രീതിക്ക് ചെയ്യാം. ഇവിടെ ഓഡ് ഓർ ഈവൻ എല്ലാം മാറ്റിയിട്ട് ഓഡ് മാറ്റിയിട്ട് ഈവൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതുകൊണ്ട് കട്ട് ചെയ്തിട്ട് താഴെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്യുക, താഴെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക.
കളർ ഒന്ന് കണ്ടോ? അപ്പൊ അതിനൊക്കെ ബാക്കിയുള്ളതിന് എല്ലാത്തിനും കളർ കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവിടെയും ബാറ് എന്റെ പേര്. ഇപ്പൊ എനിക്ക് വേറൊരു ഒരു നമ്മള് കൂടുതലും സ്റ്റോർ ചെയ്യുന്നത് വാല്യൂസ് ആണ്. CSSലെ പ്രോപ്പർട്ടി അല്ല സ്റ്റോർ ചെയ്യുന്നത് വാല്യൂസ് ആണ്. ഇപ്പൊ എനിക്ക് എന്റെ ഒരു ഫോണ്ട് സൈസ് ഒരു ഗ്ലോബൽ ഫോണ്ട് സൈസ് ആണ് എനിക്ക് യൂസ് ചെയ്യാൻ. ഇപ്പൊ വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 2 മൈനസ് ഇഷ്ടമുള്ള പേര് ഗ്ലോബൽ വീണ്ടും മൈനസ് ഒരു ഫോണ്ട് തന്നെ കൊടുക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് കോളൻ ഞാൻ അവിടെ കൊടുക്കുകയാണ് 42 PX. ഓക്കെ. ഇനി അവിടെ കൊടുക്കുകയാണ് എന്ത് ചൈൽഡിന്റെ അകത്ത് ഫോണ്ട് സൈസ് ബാറിനുള്ളിൽ ഞാൻ കൊടുക്കും ഗ്ലോബൽ ഫോണ്ട്. ഓടായോണ്ടാണ് ലിസ്റ്റ് 1നും ലിസ്റ്റ് 3ക്കും കിട്ടിയത്. അപ്പൊ നമുക്ക് റൂട്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരിയബിൾസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂസ് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീയൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ബട്ടന്റെ അകത്ത് റീയൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യണം ബട്ടൺ അല്ലെങ്കിൽ യാതൊരു ടൈമിനകത്ത് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യണം ഇവിടെ അമൽ BC. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന സൂഡോ ക്ലാസ്സസ്. നമുക്ക് സൂഡോ ക്ലാസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ എലമെന്റ്സിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ എലമെന്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വേരിയബിൾ, ഒരു റൂട്ട് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ വേരിയബിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂഡോ ക്ലാസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് സിംഗിൾ കോളനിലായിരിക്കും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സൂഡോ എലമെന്റ്സ് ആണ്. സൂഡോ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ തോന്നിയ ചീറ്റ് ഷീറ്റ് ആണ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? 2 കോളം വെച്ചായിരിക്കണം സ്റ്റാർട്ട് ചെയ്യാറുള്ള. സിംഗിൾ കോളം അല്ല ഡബിൾ കോളം യൂസ് ചെയ്തായിരിക്കും നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറുള്ള. അപ്പൊ അതിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കണ്ടന്റ് പറഞ്ഞുതരാം. നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒന്നാണ് ആഫ്റ്ററും ബിഫോർ. ആഫ്റ്ററും ബിഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റിന്റെ വലത് ഒന്ന് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അഡീഷണൽ സ്റ്റൈൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ H1 ബിഫോർ എന്ന് പറയുമ്പോൾ എപ്പോഴും ലെഫ്റ്റും ആഫ്റ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും റൈറ്റ് ആയിരിക്കും വരും. പിന്നെ ഇവിടെ ഈ ഡേറ്റ എന്ന് പറഞ്ഞാൽ H1 ആണ്. അപ്പൊ H1നെ എന്ത് ചെയ്യണം? എനിക്ക് ലെഫ്റ്റ് സൈഡിൽ വല്ലതും ആഡ് ചെയ്യണം വെച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ബിഫോർ എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ കണ്ടന്റ് എന്ന പ്രോപ്പർട്ടിക്കകത്ത് സിംഗിൾ കോഡ്സിനകത്ത് ഞാൻ അവിടെ കൊടുക്കുകയാണ് ബിഫോർ. എനിക്ക് ഇത് മാത്രം ഇനി ഡിസൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഫോണ്ട് സൈസ് ഞാൻ തുടങ്ങിയ ഒരു 14 PX കൊടുക്കും. എന്നിട്ട് കളറ് ഒരു ക്രിംസൺ റെഡ് കൊടുക്കുക. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആഫ്റ്റർ. ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഏത് സൈഡ് വരും? നമ്മൾ റൈറ്റ് സൈഡിലോട്ട്. അതേപോലെ കണ്ടന്റ് ഈ കണ്ടന്റ് സിംഗിൾ കോഡ്സിന്റെ ഞാൻ കൊടുക്കുകയാണ്. ആഫ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമോജി കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഫോണ്ട് സൈസിന്റെ അകത്ത് ഒരു 27 PX കളറിന്റെ അകത്ത് ചോക്ലേറ്റ് സൈസ് കൂടി നമുക്കൊരു 54 കൊടുക്കും. 54 ഗുമ്മില്ല 64. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഫ്റ്റർ ബിഫോറും വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ചില കേസിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു അണ്ടർലൈൻ വല്ലതും ആണെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവിടെ സ്പേസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വല്ല ഷേപ്പ് വല്ലതും വരയ്ക്കണമെങ്കിൽ വിഡ്ത്ത് ഞാൻ അവിടെ കൊടുക്കണം 10 PX. അതേപോലെ ഹൈറ്റ് ഞാൻ കൊടുക്കണം ഒരു 10 PX. ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. ഒന്നും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് നമുക്ക് ഇതേപോലത്തെ ഷേപ്പ് എല്ലാം വരയ്ക്കാം. നിങ്ങൾക്ക് ഇനി ഒരു വലിയൊരു അണ്ടർലൈൻ കണക്ക് തന്നെ തോന്നുമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ വിഡ്ത്ത് അങ്ങ് കൂട്ടിയാൽ മതി. ഹൈറ്റ് കുറയ്ക്കുക, 4 ആക്കുക. വിഡ്ത്ത് എന്ത് ചെയ്യുക? 100 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈൻ പോലെ പല രീതിക്ക് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ വേണമെങ്കിൽ ഇതൊക്കെയാണ് ബിഫോറും ആഫ്റ്ററിന്റെ ഒക്കെ യൂസ്. സൂഡോ എലമെന്റ്സിനകത്ത് ബിഫോറും ആഫ്റ്ററിന്റെ യൂസ് ഇതാണ്. ഓക്കെ. അടുത്ത ഒരു പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് സൂഡോ എലമെന്റ് പറഞ്ഞുതരാം. സെലക്ഷൻ. സെലക്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ബ്രൗസറിന്റെ അകത്ത് ഞാൻ ഇപ്പൊ ഓരോ പാരഗ്രാഫ് സെലക്ട് ചെയ്യാന്ന് വെച്ചു. സെലക്ട് ചെയ്ത എല്ലാ കണ്ടന്റും ഹൈലൈറ്റ് ചെയ്യുന്ന കളർ എന്തായിരിക്കും? ഈ നീല കളറായിരിക്കും.
അതെനിക്ക് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കളർ കൊടുക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില വെബ്സൈറ്റിനകത്ത് സെലക്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. ചിലപ്പോ വല്ല മഞ്ഞയായിരിക്കും അല്ലെങ്കിൽ വേറെ വല്ല കളറായിരിക്കും. അപ്പൊ ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ഏത് എലമെന്റിനെയാണോ അതിന്റെ കളർ മാറ്റണം. എനിക്കിപ്പോ H2 ഈ ഈ കണ്ടന്റ് എല്ലാം കൊടുത്തതാണ് H2 ഇടാം. ഇതില് സെലക്ട് ചെയ്യുമ്പോ എന്ത് ചെയ്യണം? എല്ലാത്തിന്റെയും ബാക്ക്ഗ്രൗണ്ട് കളറ് നീല മാറിയിട്ട് വേറെ ഏതെങ്കിലും കളർ കൊടുക്കും. അപ്പൊ അതിനുവേണ്ടി എളുപ്പമാണ്. H2 കോളൻ സെലക്ഷൻ. സെലക്ഷന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുക? ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. യെല്ലോ. ഇനി ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ അത് എനിക്ക് പി ടാഗിന് അത് കണക്ക് വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സെലക്ഷൻ യൂസ് ചെയ്യുക. ഏത് ടാഗിനാണോ വേണ്ടത് പി എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഇത് റെഡ് അതിന്റെ കളർ വൈറ്റ് കൊടുക്കുക. കളർ വൈറ്റ്. ഇതേപോലെ നമുക്ക് സെലക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് റാൻഡം വാല്യൂസ് ആഡ് ചെയ്യണം. എനിക്ക് ഈ പാരഗ്രാഫിലെ ആദ്യത്തെ ലെറ്റർ മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? പി ഫസ്റ്റ് ലെറ്റർ അതിൻ്റെ അത് ഞാൻ കൊടുക്കുകയാണ്. ഫോണ്ട് സൈസ് ഒരു 67 പിക്സ് അല്ലെങ്കിൽ 57 പിക്സ്. ഓക്കെ. എനിക്ക് ഇനി അതിന്റെ ആദ്യത്തെ ലൈൻ മാത്രം സെലക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പിക്കകത്ത് പി ഫസ്റ്റ് ലൈൻ ഞാൻ കൊടുക്കുകയാണ്. കളറ് ഏത് കളർ കൊടുക്കുക? ഈ കളർ കൊടുക്കുക. ആദ്യത്തെ സെന്റൻസ്. അപ്പൊ നമുക്കിത് യൂസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ VS കോഡിന്റെ അകത്താണെങ്കിൽ വ്യൂ എടുക്കുക, 2 കോളം കൊടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. വേറെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇഷ്ടം പോലെ വാല്യൂസ് ഉണ്ട്. ഇത് ഓരോന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. മതി. ഓക്കെ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സൂഡോ എലമെന്റ്സും സൂഡോ ക്ലാസസും. വേണമെങ്കിൽ ഒരു ടേബിളിന്റെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പൊ ഞാന് ഡമ്മി വാല്യൂസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേബിളിനെ ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ഇതെല്ലാം മൊത്തത്തിൽ മൂവ് ചെയ്ത് കളയാം. ടേബിളിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഗ്യാപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് കളയാം. മാർജിൻ 0, പാഡിങ് 0, ബോക്സ് സൈസിങ് ബോർഡർ ബോക്സ്. എന്നിട്ട് ടേബിളിനകത്ത് ഞാനൊരു വിഡ്ത് തൽക്കാലം 100 കൊടുക്കുന്നു. എന്നിട്ട് മാർജിൻ ഓട്ടോ കൊടുക്കുന്നു. എന്നിട്ട് ബോർഡർ കൊളാപ്സ് നോക്കും. എന്നിട്ട് ഒരു ബോക്സ് ഷാഡോ 0 px 10 px ഒരു ബ്ലാക്കിന്റെ അകത്ത് ട്രാൻസ്പാരന്റ് കുറച്ച് കൊടുക്കാം. ഓക്കെ. വിഡ്ത് ഞാൻ ഇപ്പൊ തൽക്കാലം ഒരു 80 പിടിക്കാം. അതിനകത്ത് മാർജിൻ ഓട്ടോ എടുക്കുമ്പോഴാണ് അത് കുറച്ച് നടുക്ക് വരുന്നത്. മാർജിൻ ഓട്ടോ അല്ലെങ്കിൽ മാർജിൻ 0 ഓട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. മിഡിൽ വരാണ്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി എന്ത് ചെയ്യാം? പാഡിങ് സ്പേസിങ് കൊടുക്കാൻ വേണ്ടി px 18 px. അതേപോലെ ബോട്ടത്തിനകത്ത് 1 px 18 ഓർഡർ ഓക്കെ. ഇനി എന്ത് ചെയ്യാം? pxനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ -007B83 കളർ
വൈറ്റ്. ഇതാണ് ക്ലിയറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓവർ. ഓരോ റോയിലും മൗസ് വരുമ്പോൾ എന്തെങ്കിലും വരണം. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഡാഷിനകത്ത് എഫ്1 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ. പിന്നെ ക്യാപ്ഷൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫോണ്ട് സൈസ് 1.4 ഈ ആറമ്മ. അങ്ങനെ പിന്നെ മാർജിൻ ബോട്ടം മാർജിൻ ബോട്ടം ഒരു 10 px ഫോണ്ട് റേറ്റ് ബോക്സ് കളർ ഹാഷ് 333. ഓക്കെ. ഇതിന്റെ അകത്ത് നമ്മൾ ഒരു സൂഡോ ക്ലാസ് യൂസ് ചെയ്ത് ഫോർവർ അതിനൊക്കെ തന്നെ നമുക്ക് ടി ആർ ടി ആർ വേണോ? ടി8 ഓക്കെ. ടി ബോർഡിന്റെ അകത്ത് ടി ആർ ടി ബോഡിക്കകത്ത് ടി ആറിന്റെ അകത്ത് ഞാൻ പറയുകയാണ് എന്ത് ചൈനിട്ട് ഞാൻ ഈവൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഈ കൊടുത്ത നമുക്ക് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഇനി സെലക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടിഡിക്കകത്ത് വേണമെങ്കിൽ സെലക്ഷൻ ബാക്ക്ഗ്രൗണ്ട് കളർ അല്ല കളർ എല്ലാം നല്ല കൊണ്ട് പോകുക. എല്ലാം കാണാൻ പറ്റും. അപ്പൊ നമുക്ക് റെഡ് തന്നെ കൊടുക്കാം. ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ എല്ലാം കൂടി കൊടുത്തേക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ എല്ലാം